السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد. أما بعد اتقوا الله عباد الله. ഇന്ന് സൂറത്തു ശൂറായിലെ 36 മുതൽ 39 വരെയുള്ള 4 ആയത്തുകൾ നമുക്ക് പഠിക്കാം. അതിൻ്റെ പാരായണം എല്ലാവരും ശ്രദ്ധിക്കുക. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയാ وما عند الله خير وأبقى للذين آمنوا وعلى ربهم يتوكلون. والذين يجتنبون كبائر الإثم والفواحش وإذا ما غضبوا هم يغفرون. والذين يجتنبون كبائر الإثم والفواحش وإذا ما غضبوا اللهم أحيني مسكينا. والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينهم. والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينهم ومما رزقناهم ينفقون. والذين إذا أصابهم البغي هم ينتصرون. والذين إذا أصابهم البغي هم ينتصرون. ഈ 4 ആയത്തുകളുടെ അർത്ഥവും ആശയവും നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. 36-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയാ وما عند الله خير وأبقى للذين آمنوا وعلى ربهم يتوكلون. ഈ ആയത്തിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം, പ്രധാനപ്പെട്ട അർത്ഥം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഫമ ആകയാൽ ഒന്ന്, ഊത്തീത്തും നിങ്ങൾക്ക് നൽകപ്പെട്ട അഥവാ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒന്ന്, അതായത് നിങ്ങൾക്ക് ലഭിച്ചത്, മിൻ ഷൈഇൻ എന്ത് കാര്യമാകട്ടെ, അത് എന്ത് വസ്തുവാകട്ടെ, അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്തും, ഫ മതാഉൽ ഹയാത്തി ദുനിയ അത് മതാഅ് വിഭവമാണ്, ഹയാത്ത് ജീവിതം, ദുനിയാവിലെ ഭൗതികം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഭൂമിയിൽ ലഭിച്ചതൊക്കെ ഇഹലോക ജീവിതത്തിൻ്റെ വിഭവങ്ങൾ മാത്രമാണ്. വമ ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത്, വമ ഒന്ന്, ഇൻദ അടുക്കൽ, അല്ലാഹി അല്ലാഹു,
വമാ ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് ഖൈറുൻ അത് ഉത്തമമാകുന്നു, വ അബ്ഖ അത് കൂടുതൽ നിലനിൽക്കുന്നതുമാകുന്നു, കൂടുതൽ കാലം നിലനിൽക്കുന്നതുമാകുന്നു, അല്ലെങ്കിൽ കൂടുതൽ അവശേഷിക്കുന്നതുമാണ്. ലില്ലദീന ആമനു വിശ്വസിച്ചവർക്ക്, വ അല റബ്ബിഹിം അവരുടെ റബ്ബിൽ, യതവക്കലൂൻ തവക്കുല് ചെയ്തവർക്കും, ഭരമേൽപ്പിച്ചവർക്ക്. തവക്കുല് എന്ന് പറഞ്ഞാൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഏൽപ്പിക്കുക. അങ്ങനത്തെവർക്കും അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാകുന്നു ഏറ്റവും ഖൈറായിട്ടുള്ള, ഏറ്റവും നല്ലതും വളരെ കാലം നിലനിൽക്കുന്നതും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലം തന്നെയാവുന്നു. അപ്പോൾ ഈ 36-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്താ? നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്വത്തുക്കൾ, സമ്പത്തുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ, അതെന്തോ ആകാട്ടോ, സ്വത്താകാം, സ്ഥാനമാനങ്ങളാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഭൗതിക ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങളാകാം, എല്ലാമാകാം. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എല്ലാം അത് മതാഉൽ ഹയാത്തി ദുനിയ, ഇഹലോക ജീവിതത്തിലെ വിഭവങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ദുനിയാവിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ എത്ര തന്നെ നിങ്ങൾക്ക് കിട്ടിയാലും, എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ലഭിച്ചാലും എല്ലാം ഈ ദുനിയാവിലെ വിഭവങ്ങൾ, ഈ ദുനിയാവിൽ കിട്ടാവുന്ന ചില വസ്തുക്കൾ എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമല്ല ഇത്. എന്നാൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതോ വമാ ഇൻദല്ലാഹി ഖൈറുൻ വ അബ്ഖാ, അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നെന്നും നിലനിൽക്കുന്നത്, കൂടുതൽ കാലം നിലനിൽക്കുന്നത്, അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലം, നിങ്ങൾക്കുള്ള നന്മയുടെ പ്രതിഫലമാണ് അങ്ങനെ നിലനിൽക്കുന്നത്. അത് ആർക്കത് കിട്ടുക? അത് ലില്ലദീന ആമനു വ അലാ റബ്ബിഹിം യതവക്കലൂൻ. ഒന്ന് വിശ്വാസമുണ്ടായിരിക്കുക അങ്ങനത്തെവർക്ക്, വിശ്വസിച്ചവർക്ക്. രണ്ട് തവക്കുലുണ്ടായിരിക്കുക, കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ ഏൽപ്പിക്കുക. ഈ രണ്ട് വിശേഷണങ്ങളുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല. താഴോട്ടുള്ള ആയത്തുകളിലും അതിൻ്റെ ബാക്കി സ്വഭാവ വിശേഷണങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. ഈ ആയത്ത് 36-ാമത്തെ ഈ ആയത്ത് അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ അവതരിച്ചതാണ് എന്ന ചില റിപ്പോർട്ടുകളുണ്ട്. അതായത് ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ ഒരു സമ്പത്ത് വന്ന് ചേർന്നു. ആ സമയത്ത് ആ സമ്പത്ത് മുഴുവനും അദ്ദേഹം ദീനിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ്. അത് ചെലവഴിച്ചപ്പോൾ മുസ്ലിങ്ങളിൽപ്പെട്ട തന്നെ ചിലർ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്രയൊന്നും ചെലവഴിക്കേണ്ടതില്ല, കുറച്ചൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട്, ജീവിതത്തിലേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി കൊടുത്താൽ മതിയായിരുന്നു എന്ന നിലക്ക് ശകാരിക്കുന്ന രൂപത്തിൽ മുസ്ലിങ്ങളിൽ ചിലർ അഭിപ്രായം പറഞ്ഞു. മുശ്രിക്കുകളാവട്ടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിമർശിച്ചുകൊണ്ട്, വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കിട്ടിയത് മുഴുവനും വാരിക്കോരി അങ്ങോട്ട് കൊടുത്തിരിക്കാൻ 5 പൈസയും ബാക്കി വെക്കാതെ. അപ്പം അങ്ങനെ എല്ലാം അങ്ങ് മുസ്ലിങ്ങൾ ആവശ്യത്തിന് വേണ്ടി, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകിയപ്പോൾ വിമർശിച്ചു ഖുറൈശികൾ. അത് ഒരു തെറ്റായിട്ട്, മോശമായിട്ടൊക്കെ പറയുകയും ചെയ്തപ്പോൾ ആണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. അതായത് നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് ലഭിക്കുന്നതൊക്കെ ഈ ഭൗതിക ജീവിതത്തിലെ വിഭവങ്ങൾ മാത്രമല്ലേ, യഥാർത്ഥത്തിൽ അള്ളാൻ്റെ അടുത്ത് ബാക്കി നിൽക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങളുടേതാണ്. അത് അള്ളാൻ്റെ അടുത്ത് ബാക്കി നിൽക്കുക, അതേ ഒരു കാലാകാലം അത് നിലക്കുന്നതാണ്. ഖൈറും വാബ്, അതാണ് ഏറ്റവും നല്ലതും ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യുന്നത്. അതാണ് ഇവിടെ കിട്ടുന്നത്, കയ്യിൽ നിന്ന് കിട്ടും, നാളെ പോകും, അത്രയേ ഉള്ളൂ എന്ന് അള്ളാഹു ഈ വചനം ഇറക്കി എന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. അള്ളാഹു ആലം. 37-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിശ വഇദാ മാ ഗളിബൂ യഗ്ഫിറൂൻ. ഇനി അള്ളാഹുവിൻ്റെ അടുക്കൽ ശാശ്വതമായി നിലനിൽക്കുന്ന പുണ്യം ലഭിക്കുന്നത് ആർക്കാണ് എന്നുള്ളതിൻ്റെ തുടർച്ചയാണ് പറയുന്നത്. നേരെ മുകളിൽ 2 കാര്യം പറഞ്ഞു. അവരൊന്ന് വിശ്വാസിയായിരിക്കുക, 2 അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിരിക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് വല്ലദീന യജ്തനിബൂന, അവർ അകന്നു നിൽക്കുന്നവരാകുന്നു, ചെയ്യാതെ നിൽക്കുമെന്നർത്ഥം, അകന്നു നിൽക്കും. കബായിറൽ ഇസ്മി, മഹാപാപങ്ങളിൽ നിന്ന്. കബായിറ വലിയത്, ഇസ്മി കുറ്റം, പാപം, വലിയ കുറ്റങ്ങളിൽ നിന്ന്, വൻ കുറ്റങ്ങളിൽ നിന്ന്, വൻ പാപങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മഹാപാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ് അവർ. വൽ ഫവാഹിഷ, നീചവൃത്തികളിൽ നിന്നും വിട്ടു നിൽക്കും. ഫവാഹിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാഹിഷത്തിൻ്റെ ബഹുവചനാണ് ഫവാഹിഷ്, നീചവൃത്തികൾ. വഇദാ മാ ഗളിബു, അവർക്ക് ദേഷ്യം വന്നാൽ, ഹും അവർ യഗ്ഫിറൂൻ, പുറത്തു കൊടുക്കുകയും ചെയ്യുന്നവരാകുന്നു. അപ്പോൾ ഈ ആയത്തിൽ, അതായത് 37-ാമത്തെ ആയത്തിൽ
അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം കിട്ടുന്നവരുടെ മറ്റ് ചില സ്വഭാവ വിശേഷണങ്ങളും കൂടിയാണ് പറയുന്നത്. അതായത് അവർ എല്ലാവിധ തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കും. കബായിറൽ ഇസ്മ് എന്ന് പറഞ്ഞാൽ മഹാപാപങ്ങൾ എന്നാണെങ്കിലും എല്ലാ തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കും എന്ന് തന്നെയാണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെ മുഫസ്സിറുകളിൽ പലരും വിശദീകരിച്ചിട്ടുണ്ട്. അത് പാപങ്ങൾ തന്നെയും കൂടി ചെറിയ തെറ്റാണെങ്കിലും അത് അതേ ചെറിയ തെറ്റ് കൂടുതൽ എണ്ണം ഉണ്ടായാൽ അത് വൻപാപമായി മാറും. വൻപാപത്തിൻ്റെ അവസ്ഥയിലേക്ക് അത് വരും, അള്ളാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ. അങ്ങനെ ഒരവസ്ഥ വരാനുണ്ട് അതിന്. അപ്പം തെറ്റുകളിൽ നിന്ന്, പ്രത്യേകിച്ച് മഹാപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാകുന്നു അവർ. അപ്പോൾ ഇവിടെ നാലാമത്തെ സ്വഭാവ വിശേഷണം പറഞ്ഞു. ഒന്നാമത്തത് വിശ്വാസം ഉണ്ടായിരിക്കും, രണ്ടാമത്തത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യും, മൂന്നാമത്തത് മഹാപാപങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കും, നാലാമത്തത് ഫവാഹിഷ് നീചവൃത്തികളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് വിട്ടുനിൽക്കും. വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. അത് വ്യഭിചാരം പോലെയുള്ള, കൊലപാതകം പോലെയുള്ളതാണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെ പല മുഫസ്സിറുകളും വിശദീകരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. പിന്നെ അടുത്തത് വഇദാമാ ഗളിബു, അവർക്ക് ദേഷ്യം വന്നാലോ ഹും യഗ്ഫിറൂൻ, അവർ പുറത്തു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ 5 സ്വഭാവ വിശേഷണങ്ങൾ കൂടെ പറഞ്ഞ് 2 ആയത്തിലൂടെയായിട്ട്. ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത ആയത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. 38-ാമത്തെ ആയത്ത്, വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ്സലാത വഅംറുഹും ശൂറാ ബൈനഹും വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇനി അവരുടെ സ്വഭാവ വിശേഷണങ്ങൾ ചിലതും കൂടെ പറയുകയാണ്. ഇതാരെന്നുള്ളത് ഓർക്കണം കേട്ടോ. അള്ളാഹുവിങ്കൽ നാളെ പരലോകത്ത് ശാശ്വതമായി നിലനിൽക്കുന്ന പ്രതിഫലം ലഭിക്കുന്നവർ ആരാന്നാണ് പറയുന്നത്. അടുത്ത സ്വഭാവ വിശേഷണം അവിടെ വല്ലദീന, ഒരു വിഭാഗക്കാരുമാകുന്നു അവർ, ഇസ്തജാബു, അവർ ഉത്തരം ചെയ്യും, ലിറബ്ബിഹിം, അവരുടെ നാഥന്. അപ്പോൾ അള്ളാഹുവിന് ഉത്തരം ചെയ്യുന്നവരാകുന്നു അടുത്ത സ്വഭാവമായി. വ അഖാമു, അവർ നിലനിർത്തുകയും ചെയ്യും, അസ്വലാത്ത, നമസ്കാരം നിലനിർത്തുകയും ചെയ്യും അടുത്ത സ്വഭാവം വന്നു. വ അംറുഹും, അവരുടെ കാര്യങ്ങളൊക്കെ ശൂറ ബൈനഹും, അവർക്കിടയിൽ കൂടിയാലോചിക്കപ്പെടുന്നതായിരിക്കും. അംറുഹും, കാര്യം, ഹും അവരുടെ, വ അംറുഹും അവരുടെ കാര്യം, ശൂറ കൂടിയാലോചനയായിരിക്കും, ബൈനഹും അവർക്കിടയിൽ. അപ്പോൾ കാര്യങ്ങളൊക്കെ കൂടിയാലോചിച്ചായിരിക്കും അവർ തീരുമാനിക്കുക. പിന്നെ അടുത്ത വിശേഷം, വമിമ്മ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന്, യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെ, വിശിഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉടമകളാകുന്നു അവർ. അതായത് അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം ലഭിക്കുന്നവർ. അപ്പോൾ ഇവിടെ പറഞ്ഞ സ്വഭാവങ്ങൾ എന്തൊക്കെ? 38-ാം ആയത്തിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തിരിക്കണം. അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കുക, അവന് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക, തുടങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ സർവ്വ കാര്യങ്ങൾക്കും ഉത്തരം നൽകുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സർവ്വ കാര്യങ്ങളും അനുസരിക്കുക. അങ്ങനെയുള്ളവർ. പിന്നെ കൃത്യമായിട്ട് അഖാമുസ്സലാത്ത്, ഇഖാമത്താണ് നിലനിർത്തുക, കൃത്യമായിട്ട് നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നവർ. ഇത് ഒക്കെ അൻസാരികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അൻസാരികളെ പറ്റിയാണ് പറയുന്നത് എന്നൊക്കെ വിശദീകരിക്കപ്പെടാറുണ്ട്. കാരണം അവർ നേരത്തെ തന്നെ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തവരാണ്. ഇസ്ലാമിക പ്രബോധനം അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ മക്കയിൽ വെച്ച് ഹജ്ജിന് വന്ന വേളയിൽ അവിടെ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രബോധനം കേട്ടിട്ട് വിശ്വാസികളായ കുറച്ച് ആൾക്കാർ നേരത്തെ മദീനയിലെത്തിയിട്ടുണ്ട്. അവരാണ് പിന്നെ ഇസ്ലാമിനോട് പ്രചാരണം നൽകുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കരാറിൽ ഏർപ്പെടുന്നതും ഒക്കെ അവരുടെ പ്രേരണ കൊണ്ടാണ്. അപ്പം നേരത്തെ തന്നെ ആ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തവരാണ് അവർ. അള്ളാഹുവിൻ്റെ ഈ ദീനിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചവരാണ് അവർ. അതുകൊണ്ട് അവരെ പറ്റിയാണ് പറയുന്നത്, അവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചില മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അവരും അതിലുൾപ്പെടും. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത സജ്ജനങ്ങളായ എല്ലാവരും അതിലുൾപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു വിശേഷണതാണ് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തവർ. പിന്നെ നമസ്കാരം നിർവഹിക്കുന്നവർ. അടുത്ത കാര്യം പറയുന്നത് വളരെ ഗൗരവമുള്ളതാണ്. വഅംറുഹും ശൂറാ ബൈനഹും, കാര്യങ്ങളൊക്കെ അവർ കൂടി ആലോചിച്ചായിരിക്കും തീരുമാനിക്കുക. ഇത് വലിയൊരു ഗുണമാണ്. ഒരു സമൂഹത്തിന് വേണ്ട വളരെ ഉത്കൃഷ്ടമായ ഒരു സ്വഭാവ വിശേഷണമാണ്. ഒരാൾ സ്വന്തം നിലക്ക് അങ്ങ് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക മറ്റുള്ളവരെ എന്നതല്ല. അത് ഇസ്ലാമിൽ കാണാൻ കഴിയില്ല. നേതാക്കന്മാർ അനുയായികളുമായും അല്ലെങ്കിൽ കൂടിയാലോചിക്കാൻ യോഗ്യതയുള്ളവരുമായും ഒക്കെ കൂടിയാലോചിക്കുക എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഇസ്ലാമിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ പെട്ട ഒന്നാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലും സ്വഹാബത്തുമായി കൂടിയാലോചിക്കാറുണ്ട്.
അതേസമയത്ത് അള്ളാഹുവിങ്കൽ നിന്ന് വഹിയായി ലഭിച്ചിട്ടുള്ള അഹ്കാമു ശരീഅത്ത് മതനിയമങ്ങളുടെ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോടും കൂടി ആലോചിക്കാറുമില്ല. നമസ്കാരം നിർവഹിക്കണം എന്നുള്ള നമസ്കാരം 5 പ്രാവശ്യത്തെ നമസ്കാരം നിർബന്ധമാണെന്ന് അള്ളാഹു കൽപ്പിച്ചാൽ അത് പിന്നെ സ്വഹാബത്തുമായി കൂടിയാലോചിക്കുന്ന പ്രശ്നമില്ല. വിളിച്ചുകൂട്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരെ വിളിച്ചു കൂട്ടിയിട്ട് ഇതാ ഇങ്ങനെ നമസ്കാരം നിർബന്ധമാണ് എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എത്ര പ്രാവശ്യമാക്കണം, 5 പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ 3 ആക്കിയിട്ട് ചുരുക്കണോ, അതിൻ്റെ സമയം മാറ്റണോ, ലേശം അഡ്ജസ്റ്റ്മെൻറ്റ് വേണോ എന്നുള്ള കൂടിയാലോചന അതൊന്നുമില്ല. അള്ളാഹു മതനിയമമായിട്ട് നിശ്ചയിച്ച് കൊടുത്തത് എന്താണോ അതങ്ങനെ തന്നെ, അതിൽ പിന്നെ കൂടിയാലോചനയൊന്നുമില്ല. അതേസമയത്ത് മറ്റ് കാര്യങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചിച്ചിട്ടുണ്ട്. ഏതുവരെ എന്ന് പറഞ്ഞാൽ ബദറിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പോലും പുറപ്പെടുന്നതിൻ്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരുമായി കൂടിയാലോചിച്ചു. അൻസാരികളുമായും മുഹാജിറുകളുമായും ഒക്കെ കൂടിയാലോചിച്ചു. അവരിലെ പല വിഭാഗങ്ങളുമായിട്ടും നേതാക്കളുമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചിച്ചു. എന്നിട്ടാണ് ബദറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നത്. എല്ലാവരുടെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുറപ്പെടുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അതേസമയത്ത് ഇസ്ലാമിൻ്റെ മതകാര്യങ്ങളിൽ യാതൊരു കൂടിയാലോചനയും ഇല്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാ കാര്യങ്ങളും കൂടിയാലോചിക്കുകയാണെന്ന്. മതനിയമമായി നിശ്ചയിച്ച് തന്ന ഒന്നിലും പിന്നെ കൂടിയാലോചനയല്ല. അതേസമയത്ത് ഭൗതികമായ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണം എന്നതിനെ സംബന്ധിച്ച് കൂടിയാലോചനകൾ ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൂടിയാലോചന ഉണ്ടായിട്ടുണ്ട്. സ്വഹാബാക്ക് ഖുലഫാഉർ റാഷിദുകളുടെ കാലത്ത് കൂടിയാലോചന ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഇനി ആരാണ് പ്രവാചകന്റെ പിൻഗാമിയായിട്ട് അടുത്ത ഖലീഫയായി വരേണ്ടത് എന്ന വിഷയത്തിൽ അവർ കൂടിയാലോചിച്ചിട്ടുണ്ട്. ദീർഘമായി ഒരുപാട് മണിക്കൂറുകൾ അവർ കൂടിയാലോചിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ ഓരോന്ന് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത ഖലീഫ ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ കൂടിയാലോചിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 6 അംഗങ്ങൾക്ക് 6 വ്യക്തികൾക്ക് പ്രാമാണികരായ 6 സ്വഹാബാക്കിറാമിനെ ഏൽപ്പിക്കുകയുണ്ടായി. നിങ്ങൾ കൂടിയാലോചിച്ചിട്ട് നിങ്ങൾ ഭരണാധികാരിയെ കണ്ടെത്തണം എനിക്ക് ശേഷം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടെ കുറച്ച് ആൾക്കാർ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ദുനിയാവ് ഉദ്ദേശിച്ച് വന്നവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയല്ലോ, ഇനിയിപ്പം നമ്മളോട് വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് തെറ്റിപ്പോയ കുറേ ആൾക്കാരുണ്ട് ദീനിൽ നിന്ന്. അവരോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് അവർ കൂടിയാലോചിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മറ്റു പ്രാമാണികരായ പ്രമുഖരായ സ്വഹാബത്തും കൂടിയാലോചിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും അനുവദിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കൂടിയാലോചന ഇസ്ലാമിൻ്റെ ഒരു മുഖമുദ്രയാണ്. ഒരു സമൂഹം എന്ന നിലക്ക് അതിൻ്റെ നേതൃത്വത്തിൻ്റെ ബാധ്യതയാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കൂടിയാലോചനയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിക്കുന്നുണ്ട്. അതിൻ്റെ ചുരുക്കം എങ്ങനെയാണ്: നിങ്ങളുടെ നേതാക്കൾ നിങ്ങളിൽ ഉത്തമരാകുന്ന ഒരു കാലം വന്നാൽ, അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പന്നർ ഉദാരമതികളാവുകയും ചെയ്താൽ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അംറുക്കും ശൂറാ ബൈനക്കും, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇടയിൽ കൂടിയാലോചിച്ച് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ, അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ഫളഹുറുൽ അർളി ഖൈറുൽ ലക്കും മിൻ ബത്നിഹാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനത്തെ ഒരു സമയത്ത് ഭൂമിയുടെ ഉപരിതലം ഭൂമിയുടെ അകഭാഗത്തേക്കാൾ ഉൾഭാഗത്തേക്കാൾ നിങ്ങൾക്ക് ഖൈറാകുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു നല്ല കാലത്ത് നിങ്ങൾ ജീവിക്കുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾ മരിച്ചു പോകുന്നതിനേക്കാൾ ഉത്തമം അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുക. അതിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യമാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അംറുക്കും ശൂറാ ബൈനക്കും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ കൂടിയാലോചിക്കുന്ന അവസ്ഥയാണുള്ളതെങ്കിൽ പിന്നെ ദുനിയാവിലെ ജീവിതമാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അതേ ഹദീസിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വീണ്ടും പറയുന്നുണ്ട്: നിങ്ങളുടെ നേതാക്കളൊക്കെ നിങ്ങളിലെ ഏറ്റവും മോശപ്പെട്ടവരാവുകയും നിങ്ങളുടെ ധനികർ ലുബ്ധന്മാരായിത്തീരുകയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ത്രീകളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്താൽ, കാര്യങ്ങളൊക്കെ സ്ത്രീകൾ പറയുന്നത് പോലെ കൂടിയാലോചനയില്ല, ആരും കൂടിയാലോചനയില്ല. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പെണ്ണ്, ഭാര്യയാവട്ടെ അല്ലാത്ത വേറെ ആരെങ്കിലും ആവട്ടെ, അവളോട് അവൾ ചോദിക്കുക, അവൾ പറയുന്നത് എന്തോ അതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക എന്നൊരവസ്ഥയുമാണ് ഉണ്ടാകുന്നതെങ്കിൽ അന്ന് പിന്നെ ഫബത്തുനുൽ അർളി ഖൈറുൽ ലക്കും മിൻ ളുഹൂരിഹാ, അപ്പം പിന്നെ ഭൂമിയുടെ ഉൾഭാഗമാണ് ഭൂമിയുടെ പുറംഭാഗത്തേക്കാൾ നല്ലത്. അപ്പം പിന്നെ അങ്ങനത്തെ ഒരു കാലത്ത് നിങ്ങൾ ജീവിക്കാതിരിക്കലായിരിക്കും നിങ്ങൾക്ക് നന്നാവുക.
ജീവിക്കാൻ ഭാഗ്യം ലഭിക്കാതിരിക്കാനാണ് നിങ്ങൾക്ക് നന്നാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുക. അപ്പോൾ അവിടെ പറഞ്ഞത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടിയാലോചിച്ചാണ് തീരുമാനിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ദുനിയാവിലെ ജീവിതം വളരെ സുഖമാണ്, സുന്ദരമാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് ഹൈറുണ്ടാവും ആ ജീവിതം കൊണ്ട്. തിരിച്ചാണെങ്കിലോ ഒന്നും ആലോചിക്കില്ല, സ്വന്തം ഇഷ്ടമനുസരിച്ച് അല്ലെങ്കിൽ തനിക്ക് വേണ്ട തൻ്റെ പ്രിയ പത്നിയുടെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നൊരവസ്ഥ. ഇതൊക്കെ ഭരണരംഗത്ത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഒരവസ്ഥയുണ്ടായാൽ പിന്നെ ആ നാട്ടിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിച്ചു പോലാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. അടുത്ത ആയത്ത് 39-ാമത്തെ ആയത്ത്, വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗ്യു ഹും യന്തസിറൂൻ. സത്യവിശ്വാസികളുടെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം ലഭിക്കുന്നവരുടെ 10ാമത്തെ സ്വഭാവ വിശേഷണമാണ് ഈ ആയത്തിൽ പറയുന്നത്. വല്ലദീന ഒരു കൂട്ടരുമാകുന്നു അവർ, ഇദാ അസ്വാബഹും അവർക്ക് ബാധിച്ചാൽ, അൽ ബഗ്യു അക്രമം ബാധിച്ചാൽ അഥവാ അതിക്രമം ബാധിച്ചാൽ, മറ്റൊരു വിഭാഗം തങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചാൽ അവരെന്ത് ചെയ്യും? ഹും ആ സത്യവിശ്വാസികൾ യന്തസിറൂൻ രക്ഷാമാർഗം സ്വീകരിക്കുന്നവരുമാകുന്നു അവർ. അപ്പോൾ ഈ 10ാമത്തെ സ്വഭാവ വിശേഷണമായിട്ട് പറയുന്നത്, അക്രമം ചെയ്താൽ, ഇങ്ങോട്ടേക്ക് മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടാൽ, മുസ്ലിം സമുദായത്തിൻ്റെ നേരെ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടാൽ, മുസ്ലിം സമുദായത്തെ ശത്രുവായി കാണുകയും എല്ലാ നിലക്കും മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല, യന്തസിറൂൻ അവർ അതിനുള്ള രക്ഷാമാർഗം സ്വീകരിക്കുന്നവരാണ്, പ്രതിരോധിക്കുന്നവരാണ് എന്നർത്ഥം. അത് ഏത് തരത്തിൽ പ്രതിരോധിക്കണം? അത് സാഹചര്യത്തിനനുസരിച്ച് എന്താണോ അവർ ചെയ്തത് അതിനനുസൃതമായി, എന്താണോ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത് അതിനെ പ്രതിരോധിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച്, കാലഘട്ടത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വേണ്ടതുപോലെ അതിന് രക്ഷാമാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കാവുന്നു നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം ലഭിക്കുക എന്നർത്ഥം. അല്ലാതെ ഒന്നും ചെയ്യാതെ എന്ത് വന്നാലും അതൊക്കെ ക്ഷമിക്കുക, ഒക്കെ സഹിക്കുക, എല്ലാത്തിനും വിട്ടുവീഴ്ച, അതുണ്ട്, വിട്ടുവീഴ്ചയുണ്ട്, മാപ്പ് കൊടുക്കലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മാപ്പ് കൊടുത്തിട്ടുണ്ട്. എത്രയോ നിർണായക ഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഫത്ഹ് മക്കയിൽ വിശാലമായ മാപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കടഞ്ഞ് പരിശ്രമിച്ച് ഇസ്ലാമിന് വലിയ നഷ്ടങ്ങളുണ്ടാക്കിയ, ഒരുപാട് ആൾനാശമുണ്ടാക്കിയ വ്യക്തികൾ പോലും അന്നവിടെ പരാജിതരായി നിൽക്കുകയാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് എന്നുള്ളത്. എല്ലാവർക്കും പൊതുമാപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തത്. അങ്ങനെ നിരവധി സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മാപ്പ് നൽകിയത്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ക്ഷീണിച്ച് അവർ ഒരു മരത്തണലിൽ വിശ്രമിക്കുന്നതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വാള് ഒരു മരച്ചില്ലയിൽ കൊളുത്തിയിട്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ ഉറങ്ങിപ്പോയി. ഒരു ഇസ്ലാമിൻ്റെ ശത്രുവായ ഒരു വ്യക്തി വന്നിട്ട്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്ന സമയത്ത് ഔറസ് ബിനുൽ ഹാരിസ് എന്ന ഒരു വ്യക്തി, ഒരു ഇസ്ലാമിൻ്റെ ശത്രു വന്ന് വാളെടുത്ത് കയ്യിൽ പിടിച്ച് വെട്ടാനുള്ള ഭാവേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുണർത്തി. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ചോദ്യം, നിന്നെ ആര് രക്ഷിക്കും ഈ വാളിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അള്ളാഹ് രക്ഷിക്കും. അയാളുടെ കയ്യിൽ നിന്നത് താഴെ വീണു. അപ്രതീക്ഷിതമായ മറുപടി കേട്ടത് വാള് താഴെ വീണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാള് തിരികെ എടുത്ത് എന്നിട്ട് കയ്യിൽ പിടിച്ച് ഓങ്ങി അവൻ്റെ തലക്ക് നേരെ, കഴുത്തിന് നേരെ ഓങ്ങിക്കൊണ്ട് ചോദിച്ചു, ഈ വാളിൽ നിന്ന് നിന്നെ ഇന്ന് ആര് രക്ഷിക്കും? ആ മനുഷ്യൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദേ, നിങ്ങളല്ലാതെ മറ്റാരും എന്നെ രക്ഷിക്കാനില്ല. അദ്ദേഹത്തെ വിട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാ കിറാം പറഞ്ഞു, ഞങ്ങളെ അയാളെ കൊല്ലാം, അയാളെ ഞങ്ങൾ വധിക്കാം എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ വേണ്ട, അയാൾ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് മാപ്പ് കൊടുത്ത് വിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്ക്,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വരെ തുനിഞ്ഞ വ്യക്തിക്ക് ആ സമയത്ത് തന്നെ, അല്ലാതെ പിടിച്ച് കുറേ ജയിലിലിട്ടിട്ടോ വേറെ എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ടോ ഒന്നല്ല, ആ ആ തത്സമയം തന്നെ മാപ്പ് നൽകിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്രയോ മാപ്പുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എപ്പോഴും മാപ്പ് കൊടുക്കലും ക്ഷമിക്കലും മാത്രം തന്നെയാണോ ഇസ്ലാമിൻ്റെ മര്യാദ? അതല്ല, പ്രതിരോധിക്കേണ്ടതുണ്ടോ? തിരിച്ചു ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. ഇത് മക്കി സൂറത്താണ്, മക്കയിൽ അവതരിച്ചതാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മദനി കാലത്താണ്, മദീന ജീവിതകാലത്താണ് വരുന്നത്. അതിൻ്റെ മുമ്പ് തന്നെയുള്ള കൽപ്പനയാണിത്. ഇപ്പോൾ മക്കി കാലഘട്ടത്തിൽ തന്നെയുള്ള കൽപ്പന ആവശ്യമായി വന്നാൽ സാധിക്കുമെങ്കിൽ നല്ല നിലക്ക് പ്രതിരോധിക്കണം. അക്രമം കാട്ടിപ്പാടില്ല, അതിക്രമം പ്രവർത്തിക്കാൻ പാടില്ല, ഒക്കെ ശരിയാണ്. അതേ സമയത്ത് പ്രതിരോധം എന്ന നിലക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് തിരിച്ചടിക്കാവുന്നതാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് ചെയ്യുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം നാളെ പരലോകത്ത് ലഭിക്കുകയെന്ന്. നിലക്കാത്ത പ്രതിഫലം ലഭിക്കുന്നത് അവർക്കാ. അല്ലാതെ കയ്യും കെട്ടിയിരുന്ന് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുക മാത്രം, ദുആ ചെയ്യേണ്ടെന്നല്ല. ദുആ നല്ലത് തന്നെ, ദുആ ചെയ്യേണ്ടതാണ്. വെറും ദുആയിൽ മാത്രം ഒതുക്കരുത്, അവരവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമുക്കറിയാം, പലസ്തീനിലൊക്കെ നിരാലംബരായ പിഞ്ചു പൈതങ്ങൾ ബോംബിൻ്റെ ഇരകളായി മാറുകയാണ്. ജീവച്ഛവങ്ങളായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുക. കാലറ്റവർ, കയ്യറ്റവർ, ശരീരം ആസകലം മുറിവേറ്റവർ, വേദന കൊണ്ട് കുളയുന്നവർ, ഭക്ഷണമില്ലാത്തവർ, കുടിക്കാൻ വെള്ളം കിട്ടാത്തവർ, പ്ലാസ്റ്റിക് കൊണ്ട് മറച്ചു കെട്ടിയ അഭയാർത്ഥി ടെൻറ്റുകൾ പോലും ബോംബിട്ട് തകർക്കുക, ആരാധനാലയങ്ങൾ ബോംബിട്ട് തകർക്കുക, പിന്നെ ആംബുലൻസ് വാഹനങ്ങൾ ബോംബിട്ട് തകർക്കുക, ആശുപത്രികൾ പോലും ബോംബിട്ട് തകർക്കുക. അങ്ങനെ കിരാതമായ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത്, ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന്. മുസ്ലിം സമൂഹം കയ്യും കെട്ടി നോക്കി നിൽക്കുക. പള്ളിയിൽ പ്രാർത്ഥനയിൽ മാത്രം, വലിയ പ്രസംഗങ്ങളിൽ മാത്രം, അല്ലാതെ എന്തെങ്കിലും ഒരു ഗുണപരമായ എന്തെങ്കിലും ഒരു അപ്പോൾ എന്തെങ്കിലും ഒരു ഗുണപരമായ കർമ്മ പദ്ധതി ആവിഷ്കരിക്കാതെ വെറുതെ നിഷ്ക്രിയരായി നിൽക്കുന്ന ഒരവസ്ഥ. ചോദിച്ചാൽ പറയും ക്ഷമയാണ്. ക്ഷമ മാത്രമല്ലല്ലോ, തിരിച്ചടിക്കാനും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ് പടച്ചവൻ്റെ ഈ പുണ്യം ലഭിക്കുക എന്നാണ് ഈ ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളിവിടെ 39 വരെയുള്ള ആയത്തുകൾ ഇവിടെ വിശദീകരിച്ചിരിക്കുകയാണ്. ഇതിൽ അള്ളാഹുവിങ്കൽ ഉത്തമമായ പ്രതിഫലം ലഭിക്കുന്ന, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രതിഫലം ലഭിക്കാനുള്ള യോഗ്യതയായി 10 സ്വഭാവ വിശേഷണങ്ങൾ ഇവിടെ എണ്ണി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു. അവ ഉൾക്കൊള്ളുക മാത്രമല്ല, അവ ജീവിതത്തിൽ പാലിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ. ഖുർആൻ കൂടുതൽ പഠിക്കാനുള്ള ഭാഗ്യം, തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.